ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ അച്ചാച്ചനൊരു പ്ലാനായിട്ടാണ് വന്നത് കേട്ടോ. പുറത്ത് പോയി ഫുഡ് കഴിച്ചാലോ എന്ന്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഡ്രസ്സൊക്കെ മാറി എസ്തർ റെഡിയായേ. എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു, കാരണം ഇന്നത്തെ ഡ്യൂട്ടി നല്ല തിരക്കായിരുന്നു, ഞാൻ നല്ല ടയേർഡായിരുന്നു കേട്ടോ. പിന്നെയും ഞാൻ ഓർത്തു സാരമില്ല, പോയേക്കാം, അവരൊരു സന്തോഷമല്ലേ എന്ന്. പോകുന്ന സമയത്തൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്ലാനും ഇല്ല. ഏത് ഫുഡാണ് കഴിക്കണ്ടേ, എങ്ങോട്ടാണ് പോകണ്ടേന്ന് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ നടക്കുന്നതൊക്കെ കേട്ടോ. പിന്നെ കരാമ ആയതുകൊണ്ട് നോക്കുന്നിടത്തെല്ലാം റെസ്റ്റോറൻ്റാണ്. അങ്ങനെ നമുക്ക് KFC കഴിക്കാൻ പോകാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത് അന്നേരം കേട്ടോ. ഈ KFC കട കണ്ടതിൻ്റെ സന്തോഷമാണ് എസ്തറിൻ്റെ മുഖത്തെ. കാരണം KFC അവൾക്ക് ഭയങ്കര ഇഷ്ടമാണേ. കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അനുസരണയുള്ള കുട്ടിയായിട്ട് ഇരുന്നോളാമെന്ന് സത്യമൊക്കെ ചെയ്തിട്ട് ഇറങ്ങിയതാണെങ്കിലും പിന്നെ തനി സ്വരൂപം എസ്തർ അവിടെ ചെന്നപ്പോൾ കാണിക്കാൻ തുടങ്ങി കേട്ടോ. ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു. പിന്നെ കുഞ്ഞല്ലേ, അവരുടെ സമയമല്ലേ ഇതെന്ന് വിചാരിച്ച് ഞാനും ഒന്നും പറയാനൊന്നും പോയില്ല. അച്ചാച്ചൻ KFC വരുന്നതിൻ്റെ സന്തോഷമാണ് ഇപ്പം എസ്തറിൻ്റെ മുഖത്തേക്ക് കാണുന്നത് കേട്ടോ. ആദ്യം തന്നെ പുള്ളിക്കാരി ചിക്കൻ കാലൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കും ഇഷ്ടം ചിക്കൻ കാലാണ്, എസ്തറിനും ചിക്കൻ കാലാണ് ഇഷ്ടം. പക്ഷേ ആകെ ഒന്നേ കിട്ടിയുള്ളൂ. പിന്നെ എന്ത് ചെയ്യാനാ, എസ്തറിന് തന്നെ ഞാൻ കൊടുത്തു. എനിക്ക് ഈ വലിയ പീസ് ചിക്കനൊന്നും ഇഷ്ടമില്ല കേട്ടോ, കുഞ്ഞതാണ് ഇഷ്ടം. എന്നെയും കൊണ്ട് ഈ കടയിൽ പോകുന്നതൊന്നും ചിലവാകത്തില്ല കേട്ടോ, കാരണം എനിക്ക് ഫുഡ് വരുന്ന കാണുമ്പോഴേ എൻ്റെ വയറ് നിറയേ. ശരിക്കും പറഞ്ഞാൽ കുറേ നാളായി ഞങ്ങൾ 3 പേരും ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പുറത്ത് പോയിട്ടേ. നമ്മൾ വീട്ടിൽ ഓർഡർ ചെയ്ത് കഴിക്കുമെങ്കിലും പുറത്ത് പോയി കഴിക്കുന്നതിന് അത് വേറൊരു സുഖം തന്നെ ഇല്ലേ. KFC കഴിക്കുന്നതിനേക്കാളും ഒരു സന്തോഷം എനിക്ക് നാളെ ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതിയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കേട്ടോ. കാരണം അച്ചാച്ചന് നാളെ ഉച്ചയ്ക്കാണ്, എസ്തറിന് സ്കൂളില്ല, എനിക്ക് ഓഫാണ് കേട്ടോ. ആ ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ടേ. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 2 പീസ് ചിക്കൻ അധികം വന്നു. പിന്നെ നമ്മളത് അവളെ കളഞ്ഞിട്ട് വരത്തില്ലല്ലോ, പാഴ്സലാക്കിയിട്ടുണ്ട് കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ ദാണ്ടടാ ഫ്ലെക്സ് താഴെ വീണ് കേട്ടോ, കാറ്റ് കൊണ്ടേ. അപ്പോൾ എസ്തറും അച്ചാച്ചനോട് അത് റെഡിയാക്കുവാണ്. ഇത്രയും രാജ്യത്തോട് സ്നേഹമുള്ള 2 പേരെ ഈ UAE കാണാൻ കിട്ടുമോ ആവോ. പിന്നെ പോകുന്ന വഴിക്ക് എസ്തറിന് ടോയ് വേണം. ഇത് 1 ദിർഹം ഇട്ടാൽ കിട്ടുന്ന ടോയാണ് കേട്ടോ. കിട്ടത്തില്ലെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞിട്ട് ആ 2 പേരും കേട്ടില്ല. 1 ദിർഹംസ് കളയുന്നെങ്കിൽ കളയട്ടെ, അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാ. 1 ദിർഹംസും പോയി, ടോയ് കിട്ടിയോ അതുമില്ല. അങ്ങനെ പാഴ്സലൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ലിഫ്റ്റിന്റെ പേടി മാറിയിരിക്കുന്ന എസ്തറിന്. ഇനി കുഴപ്പമില്ലല്ലോ, ലിഫ്റ്റിന്റെ പേടി മാറിയിരിക്കുന്ന ചാപ്പിക്ക്. അങ്ങനെ KFCയും കഴിച്ച് എസ്തറിൻ്റെ ലിഫ്റ്റ് പേടി മാറി ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം രാത്രി 1:45 കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കിടന്നുറങ്ങാം കേട്ടോ. ലവ് യു ഓൾ, സീ യു, ബൈ ബൈ.